കണ്ണൂരിൽ ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. പാനൂർ വടക്കേ പൊയിലൂർ ശ്രീ കുരുടൻകാവ് ദേവീക്ഷേത്രം കളിയാട്ടത്തിനിടെയാണ് സംഭവം. ആനപ്പുറത്തുണ്ടായിരുന്ന ക്ഷേത്ര പൂജാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആനയെ തളച്ചു. ആന ഇളകിയിട്ടുള്ളത് നമ്മളങ്ങോട്ട് പോട്ടെ. ഫെലിക്സ് കേൾക്കാമോ? തത്സമയം ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ് കേൾക്കാം. ഗുഡ് മോർണിംഗ് ഫെലിക്സ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ആനയ്ക്ക് നേരത്തെ കൂട്ടി മതപ്പാടോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതോ തിക്കിലും തിരക്കിലും ആനയ്ക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണോ? മൊത്തം ഏതായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 11:30യോടുകൂടി ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി എഴുന്നള്ളത്തുണ്ടായിരുന്നു. ആ എഴുന്നള്ളത്തിൻ്റെ സമയത്താണ് ഈ ആന ഇടഞ്ഞത്. ആ ആന ഇടഞ്ഞ സമയത്ത് ഈ ആനപ്പുറത്ത് ഈ പൂജാരി ഉണ്ടായിരുന്നു, ക്ഷേത്ര പൂജാരി ഉണ്ടായിരുന്നു. ക്ഷേത്ര പൂജാരി ഈ ആനയിടഞ്ഞ് ആളുകൾക്കിടയിലേക്ക് ഓടി. ആ സമയത്ത് റോഡിൻ്റെ മറുവശത്തും ആൾക്കാർ തിങ്ങിയിരുന്നു. കാരണം ഇന്നലെ ഈ ക്ഷേത്രോത്സവത്തിൻ്റെ സമാപന ദിനമായിരുന്നു. അതുകൊണ്ട് ധാരാളം പേർ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയിരുന്നു. അപ്പോൾ അവർക്കിടയിലേക്കാണ് ആന ഓടിയത്. പക്ഷേ ആർക്കും തന്നെ വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ആനപ്പുറത്ത് പൂജാരി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പൂജാരിയുമായി ആന പല വഴിക്ക് ഓടി. ആ സമയത്ത് മരക്കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെടാനൊരു ശ്രമം പൂജാരി നടത്തുന്നുണ്ട്. പക്ഷേ മരക്കൊമ്പിൽ പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഈ പൂജാരി നിലത്തേക്ക് വീഴുകയാണ്. ആനയുടെ തൊട്ട് മുൻപിലേക്കാണ് പൂജാരി വീണത്. ആന ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ നിന്ന് അദ്ദേഹത്തിന് ഓടി മാറാൻ സാധിച്ചതുകൊണ്ട് അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയും. മറ്റ് ആനകളും ഈ ആനയ്ക്കൊപ്പം ഉത്സവത്തിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ആന ഈ ആനയെ ഇടിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഈ ആന ഇടഞ്ഞു എന്നതാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും ധാരാളം പേർ ആ സമയത്ത് ഉത്സവത്തിൻ്റെ ഭാഗമായി അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഒരു 11 മണിയോടുകൂടി, രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ഈ ആന ഇടഞ്ഞോടി റോഡിലൂടെ ഓടി. പിന്നീട് അവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഗേറ്റിലേക്ക് ആന മാറി. ആ ഗേറ്റിനുള്ളിൽ പറമ്പാണ്. ആ പറമ്പിൽ നിലയുറപ്പിച്ചു. പിന്നീട് രാവിലെയോടുകൂടിയാണ് ആനയെ തളയ്ക്കാനായത്. ഏതായാലും ആളുകളെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമുണ്ട്. കാരണം ആന ആ രീതിയിൽ അക്രമാസക്തനായില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് ആ രീതിയിൽ പരിക്കില്ല. പക്ഷേ ഓടി മാറുന്ന സമയത്ത്, കാരണം ധാരാളം പേർ, സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം പേർ ഉത്സവം കാണാനായി എത്തിയിരുന്നു. അവർക്കിടയിലേക്കാണ് ആന ഓടിയത്. പക്ഷേ ആ സമയത്ത് അവരൊക്കെ ഓടി മാറിയത് കൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ശരി ഫെലിക്സ്, ഏതായാലും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അതങ്ങനെ തീർന്നു എന്ന് വേണം പറയാൻ. അതിലൊരു ആശ്വാസമൊക്കെ ഉണ്ട്. അവിടെ സ്ഥലത്തുണ്ടായിരുന്ന, പൂരത്തിൽ പങ്കെടുത്തിരുന്നവർക്കും ആ ആശ്വാസം തന്നെ എന്തായാലും അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല.